നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിയൻ ലീഗിൽ നിന്നുള്ള താരങ്ങൾ കോപ്പ അമേരിക്കയിൽ പൊളിച്ചെടുക്കുകയാണ്. അതിപ്പോൾ കൊളംബിയയുടെ ടീമിൻ്റെ കാര്യം നോക്കിയാലും ഉറുഗ്വായുടെ ടീമിൻ്റെ കാര്യം നോക്കിയാലും ഒക്കെ നമുക്കത് കാണാൻ പറ്റും. അവരുടെ മധ്യനിരയിലും മറ്റുമൊക്കെ ബ്രസീലിയൻ ലീഗിലുള്ള താരങ്ങൾ വെട്ടിത്തിളങ്ങുന്നു, മിന്നിത്തിളങ്ങുന്നു. പക്ഷെ ബ്രസീൽ ടീമിലോ വളരെ കുറഞ്ഞ ബ്രസീലിയൻ ലീഗിലെ താരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ബ്രസീലിൻ്റെ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കുന്ന താരങ്ങളെ വെച്ചുകൊണ്ടുള്ളതായിരുന്നു. പ്രധാനമായും അവരായിരുന്നു കളിച്ചത്. പക്ഷെ വളരെ പരിതാപകരമായിട്ടുള്ള പ്രകടനമാണ് ബ്രസീലിൻ്റെ മിഡ്ഫീൽഡിൽ നിന്ന് വന്നത്. ഈ പറഞ്ഞ കൊളംബിയ ആണെങ്കിലും ഉറുഗ്വായ് ആണെങ്കിലും മികച്ച രൂപത്തിൽ കളിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. ബ്രസീൽ ടീമിൻ്റെ സെലക്ഷൻ പാളി. ബ്രസീലിയൻ ലീഗിൽ നിന്ന് കൂടുതൽ താരങ്ങൾ ഉൾപ്പെടുത്തണമായിരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ ബ്രസീലിൽ സജീവമാണ്. സംഗതി എന്തായാലും ബ്രസീലിന് പ്രധാനമായിട്ടും ഗോളടിക്കാൻ ഒരു സ്ട്രൈക്കർ ഉണ്ടായിരുന്നില്ല. അതൊരു യാഥാർത്ഥ്യമല്ലേ? അപ്പോൾ ഇവാൻ നിൽസനെ പോലെയുള്ളവരെ, അതായത് പോർച്ചുഗീസ് ലീഗിൽ കളിക്കുന്ന ഇവാൻ നിൽസനെ പോലെയുള്ളവരെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തി, അദ്ദേഹത്തെ അധിക അവസരമൊന്നും കൊടുത്തില്ല, വേറെ കാര്യം. എന്നാൽ സ്ക്വാഡിൽ ഉൾപ്പെടുത്തി, എന്നിട്ടും ബ്രസീലിയൻ ലീഗിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കറെ കളിപ്പിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. ഏറ്റവും മികച്ച സ്ട്രൈക്കറെ പുറത്തിരുത്തിയാണ് കോച്ച് സ്ക്വാഡ് പ്രഖ്യാപിച്ചത്. ആരാണ് ആ മികച്ച സ്ട്രൈക്കർ? ഫ്ലെമിംഗോയുടെ പെഡ്രോ. ബ്രസീലിയറോ സിരിയയിലെ കറണ്ട് ടോപ്പ് സ്കോററാണ്. കഴിഞ്ഞ സീരിയയിൽ അദ്ദേഹത്തിൻ്റെ വക, അതായത് കഴിഞ്ഞ സീസണിൽ ബ്രസീലിയറോ സിരിയയിൽ അദ്ദേഹത്തിൻ്റെ വക 13 ഗോളുകൾ ഉണ്ടായിരുന്നു. ഈ സീസണിൽ ബ്രസീലിയറോ സിരിയയിലും മറ്റു മത്സരങ്ങളിലും ഒക്കെയായിട്ട് അദ്ദേഹം 34 മത്സരങ്ങൾ കളിച്ചിട്ട് 25 ഗോളുകളും 7 അസിസ്റ്റുകളും ഉണ്ട്. കോപ്പ ലിബർട്ടഡോറസിൽ മോസ്റ്റ് ഗോൾസ് അദ്ദേഹത്തിൻ്റെ വക 5 ഗോളുകൾ. ബ്രസീലിയറോ സിരിയയിൽ ഈ ഒരു സീസണിലെ മോസ്റ്റ് ഗോൾസ് അദ്ദേഹത്തിൻ്റെ വക 7 ഗോളുകൾ. ബ്രസീലിയറോ സിരിയയിലെ മോസ്റ്റ് അസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ വക 5 അസിസ്റ്റുകൾ. മോസ്റ്റ് ഗോൾ ആൻഡ് അസിസ്റ്റ് നോക്കുമ്പോൾ ബ്രസീലിയറോ സിരിയയിൽ ഒന്നാമത് പെഡ്രോ 12 എണ്ണം, അതായത് ഗോൾ കോൺട്രിബ്യൂഷൻ 12. സോ ദി ബെസ്റ്റ് സ്ട്രൈക്കർ ഇൻ ബ്രസീൽ. പക്ഷേ അദ്ദേഹത്തെ സ്ക്വാഡിൽ എടുത്തില്ല. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.